ഹായ്, കേട്ടുപരിചയം മാത്രമല്ല, എന്നാൽ നമ്മൾ പോയിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ കേരളത്തിൽ തന്നെ ഒത്തിരി ഉണ്ട്. അത്തരത്തിലൊരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. അൻഷുവും ആമിയും വണ്ടി കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കമായേ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആമിക്കുട്ടി എണീറ്റു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പാഞ്ചാലിമേട്. അതെ, നമ്മളിപ്പോ ഫസ്റ്റ് പോകാൻ പോകുന്നത് പാഞ്ചാലിമേടിലേക്കാണ്. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞതാണ് ആദ്യം എന്തായാലും നിങ്ങൾ പോകേണ്ടതും കാണേണ്ടതുമായ സ്ഥലം പാഞ്ചാലിമേടാണെന്ന്. സോ പൊൻകുന്നം വന്നു, പൊൻകുന്നത്തുനിന്ന് 1 അവറാണ് കാണിക്കുന്നത് പാഞ്ചാലിമേടിലേക്ക്. അങ്ങനെ പാഞ്ചാലിമേട് പോയി. അവിടെ പക്ഷെ നല്ല മഴയാട്ടോ, പിന്നെ കോടമഞ്ഞ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്താണെന്നറിയില്ല, പോയി നോക്കട്ടെ. പോയി നോക്കിയിട്ട് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നറിയില്ല. പോവാം. അവിടെ പോയതിന് ശേഷമാണ് നെക്സ്റ്റ് പ്ലാന്. ഞങ്ങളുടെ യാത്രയിൽ സ്ഥിരമുള്ളൊരു പരിപാടിയാണ് ഇത്. ആമിക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും ഇതുപോലുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കാറൊക്കെ നിർത്തി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് പോവാറുള്ളത്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ പോവാതിരിക്കാറുമില്ല കേട്ടോ. പ്രതീക്ഷിക്കാത്ത ചില സമയത്ത് നല്ല മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ക്യാമറേൻ്റെ മുന്നിലൂടെ കടന്നു വരുമ്പോൾ അത് എവിടെ പകർത്തണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കുറ്റമൊന്നും പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി റോഡ് തന്നെയായിരുന്നു. പാട്ടും കോടമഞ്ഞിൻ പാട്ട് പാടണ്ട, ഓഹോ പാട്ട് പാടാതെ പോവാം. ഓഹോ, കോട കേറി മക്കളെ, കോട കേറി. പാഞ്ചാലിമേടും തെരഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഐസ്ക്രീം ഷോപ്പ് അവിടെ കണ്ടത്. ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുന്ന ഒരു രസമല്ലേ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഐസ്ക്രീം വാങ്ങാമെന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ നമുക്ക് വഴിയും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോട് ചോദിച്ചു കേട്ടോ. അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ച സമയത്ത് നമുക്ക് പറഞ്ഞു തന്നപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ മാറി കിട്ടി. കുൽഫി വാങ്ങിക്കാം. കിട്ടിയില്ലടോ. എടാ റോഡിലേക്ക് പോലെ ഇങ്ങോട്ട് വാ. ഇനി നമ്മൾ പോകുന്നത് മൊത്തം തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ്. നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. പ്ലാനൊക്കെ ചേഞ്ച് ചെയ്തു നമ്മള്. കാര്യം നമുക്ക് പിന്നെ ഹോട്ടൽ എക്സ്പ്ലോർ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. പരുത്തിപ്പാറ ആയിരുന്നു ആദ്യം നമ്മൾ വെച്ചത്. പാഞ്ചാലിമേടായിരുന്നു. അപ്പൊ പാഞ്ചാലിമേട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായി വഴി തെറ്റി കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ വിചാരിച്ചു പരുന്തുംപാറ പോയാലോന്ന്. പക്ഷെ പരുന്തുംപാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ആലോചിച്ചത് നമ്മൾ പിന്നെ ഹോട്ടലിൽ എത്താൻ നേരം വഴുകും. പരുന്തുംപാറയൊക്കെ പോയി വരുമ്പോഴേക്കും പിന്നെ മക്കളും ഏകദേശം സൈഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. നല്ല വ്യൂ ആട്ടോ. വാഗമൺ ആ റൂട്ടിലൂടെയാണ് പോകുന്നത്. അച്ഛാ, ആമി ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താന്ന് അഞ്ച പറ.
ഇതിന്റെ ഇടയിലുണ്ട്, കണ്ടോ? ഇതാണ് സാധനം. തേയിലത്തോട്ടാണോ അല്ലെങ്കിൽ കാപ്പിത്തോട്ടാണോ? തേയിലത്തോട്ടാണോ കാപ്പിത്തോട്ടാണോ? അതൊക്കെ അവിടെ നിക്കട്ടെ. ആമി കണ്ടുപിടിച്ച സാധനത്തിന്റെ പേര് പറയട്ടെ. ആമി ഇതാ ഒരു ചെറിയൊരു ഫ്രൂട്ട്. ഷോ ഈ കാറ്റടിച്ചിട്ട് എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുണ്ട് കേട്ടോ, സത്യം. ഇതാണോ കാപ്പിക്കുരും കാപ്പീന്റെ പൂവും? ആണോ? പറയൂ. ഓരോ യാത്രയും നമുക്ക് പലതരത്തിലുള്ള മെമ്മറീസ് അല്ലേ സമ്മാനിക്കാം. ഇത് ഒരു 5-6 മാസം മുന്നേ ഞങ്ങൾ നടത്തിയിട്ടുള്ളൊരു യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മെമ്മറിയിൽ കിടന്നതായിരുന്നു. പക്ഷെ ഞാനത് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ വീഡിയോസ് ഇങ്ങനെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര ഇപ്പം പോയിട്ടുള്ള യാത്ര പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ റിസോർട്ട് ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ റിസോർട്ടിലേക്ക് നേരെ പോയി. ഇനി എവിടെയും സമയം അധികം ചിലവഴിക്കേണ്ട, ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. അങ്ങനെ റിസോർട്ടിലെത്തി. മെല്ലെ കേട്ടോ, ഒന്നുമില്ല, നത്തി. പോട്ടെ യെസ്. ആമിനെ നോക്കണേ. ഒരു കൈ തരുമോ? തരില്ല. ഒരു കൈ. ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ.